ഒരു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഹരിയാന തിരിച്ചുപിടിക്കുമെന്ന് പ്രവചിക്കുന്നു പ്രധാന എക്സിറ്റ് പോളുകളെല്ലാം. കോൺഗ്രസ് നിർത്തിയ 89 സ്ഥാനാർത്ഥികളിൽ 72 പേരും മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ അനുകൂലികൾ. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും സാധ്യതയും ഹൂഡയ്ക്ക് തന്നെ. താനല്ലെങ്കിൽ മകൻ ദീപിന്ദർ സിംഗ് ഹൂഡ വരട്ടെ എന്ന് ഭൂപീന്ദർ നിലപാടെടുക്കുന്നു. ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമുള്ള കുമാരി ഷെൽജ MP മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഹൂഡയും ഷെൽജയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് തന്നെ പലതവണ ഉടക്കിയതാണ്. അപ്പോഴൊക്കെ ഹൈക്കമാൻഡ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. രൺദീപ് സിംഗ് സുർജേവാല, PCC അധ്യക്ഷൻ ഉദയ് ബൻ എന്നിവർക്കും മുഖ്യമന്ത്രി മോഹമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകം. राहुल गांधी जी ने जो हाथ बदलेगा हालात, भारत जोड़ने की उनकी मुहिम, उनकी आवाज उन्होंने जिस मजबूती से उठाई, कुछ असर उसका लोकसभा में हमने देखा. എന്നാൽ എക്സിറ്റ് പോളിന് വിപരീതമാകും ഹരിയാനയിലെ ഫലമെന്ന് BJP നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് നേരിയ മുൻതൂക്കമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. സ്വതന്ത്രയുടെയും PDPയുടെയും നിലപാട് നിർണായകമായേക്കും. സർക്കാർ രൂപീകരിക്കാൻ നേരത്തെ തന്നെ നീക്കം നടത്തുകയാണ് കോൺഗ്രസ്. ചില സ്വതന്ത്രരെ സമീപിച്ചു. BJPയും ജാഗരൂകരാണ്. അതിനിടെ ഫലപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ജമ്മു കാശ്മീർ സഭയിലേക്ക് 5 പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കം പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ട്. ഇവർക്ക് വോട്ടവകാശമുണ്ട് എന്നതാണ് എതിർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.